ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ചിനക്കത്തൂർ പൂരത്തിന് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആയുധ പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുത്തില്ലെന്ന് BJP ആരോപിച്ചു. ഡിവൈഎഫ്ഐ CPM ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഈ അഡ്വക്കറ്റാണെന്ന് പറയുന്ന പ്രജിത്ത് അവൻ വാളെടുത്ത് വീശുന്നതും അവനോടൊപ്പമുള്ള ഗുണ്ടകൾ കത്തിയെടുത്ത് നടക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നു. ഇത്രയും വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇവരുടെ പേരിൽ നടപടിക്കാത്തത്, ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരു സംഘർഷമുണ്ടാകാൻ കാരണക്കാരൻ ആരാണെങ്കിൽ ആ കാരണക്കാരൻ്റെ പേരിൽ നടപടിയെടുത്താൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നിരിക്കെ ഏകപക്ഷീയമായി സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ആളുകളുടെ പേരിൽ മാത്രം നടപടിയെടുക്കുന്നത് നീതീകരിക്കാനാവില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രജിത്തിൻ്റെ പേരിലും അതേപോലെ തന്നെ ആയുധവുമായി നടക്കുന്ന മറ്റ് സഖാക്കളുടെ പേരിലും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിനും നിയമപരമായ നടപടികൾക്കും തയ്യാറാവുമെന്ന് ഓർമ്മിക്കുകയാണ്. ആയുധമെടുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാത്ത പോലീസ് സംഘപരിവാറിന്റെയും BJPയുടെയും RSSന്റെയും പ്രവർത്തകരെ കേസെടുക്കുകയാണെന്നും BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ ആരോപിച്ചു. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തോടി, ജനറൽ സെക്രട്ടറിമാരായ KP കൃഷ്ണകുമാർ, A സരൂപ് എന്നിവരും പങ്കെടുത്തു. ഒറ്റപ്പാലവും പരിസര പ്രദേശവും കലാപഭൂമിയാക്കാൻ ചിനക്കത്തൂർ പൂരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മാർക്സിസ്റ്റ് DYFI ഗുണ്ടകൾ അങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പാർട്ടി പതാകകൾ സ്ഥാപിക്കുക, ജനങ്ങളെ എതിർപ്പിനെ വെല്ലുവിളിക്കുക, പൂരം ദിവസം അവർ ചോന്ന തലയെക്കെട്ടും കെട്ടി വാളും മറ്റു മാരകായുധങ്ങളുമായി പരസ്യമായിട്ട് വെല്ലുവിളിക്കുക. ഒരു അഡ്വക്കേറ്റ് പ്രജിത്ത് DYFIയുടെ നേതാവാണെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തരത്തിലുള്ള പേക്കൂത്തുകളും കലാപവും ഉണ്ടായത്. സ്വാഭാവികമായിട്ട് അന്നുണ്ടായ അനിഷ്ട സംഭവത്തിൽ BJPയുടെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ചില ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് ചെയ്യുന്നത്. കലാപത്തിന് പരസ്യമായി ആഹ്വാനം കൊടുക്കുകയും വാളും കത്തിയും പരസ്യമായി പ്രകടനത്തിൽ പിടിക്കുകയും അത് ഭീഷണി ഉയർത്തുകയും ചെയ്ത പ്രജിത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് ഇവർ തയ്യാറായിട്ടില്ല. ഇത് ഒറ്റപ്പാലം MLAയും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാനും നടത്തുന്ന ഗൂഢാലോചനയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ കഴിഞ്ഞ കാലങ്ങളിലെ മുന്നേറ്റം കണ്ടുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കാരെ മുഴുവൻ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ നിന്ന് സംഘപരിവാർ പ്രവർത്തകർക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് നടപടിയെടുക്കുമ്പോൾ പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്ത് വാള് വീശി കത്തി വീശി നടന്ന, അതുകൊണ്ട് ഭീഷണി മുടക്കിയ അഡ്വക്കേറ്റ് എന്ന പേരിലുള്ള പ്രജിത്തിന് DYFI അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് പോലീസിൻ്റെ ഏകപക്ഷീയമായ നടപടിയാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ ഭാഗത്ത് സമാധാനം ഉണ്ടാവണം, ക്ഷേത്ര ഉത്സവങ്ങൾ അലോപപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ വരുന്ന സംഘടനാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ ജീവിതത്തിനും ഒരു സ്വൈര വിഹാരത്തിനും തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയോ ഗുണ്ടകളുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് നീതീകരിക്കാനാവില്ല. ഞങ്ങൾ ഇതിന് ഉന്നത പോലീസുകാരെ കാണാൻ വേണ്ടി പരിവാർ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ചെന്ന സമയത്ത് ആദ്യം കാണാൻ പോലും വിസമ്മതിച്ചു എന്നാണ് അറിയുന്നത്. ഇത് ശരിയായുള്ള കാര്യമല്ല. രണ്ടു ഭാഗത്തെയും പ്രശ്നങ്ങൾ കേൾക്കാനും കുറ്റക്കാരായുള്ള ആളുകളുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കാനും പോലീസ് തയ്യാറാവണം. അതല്ലെങ്കിൽ അതിശക്തമായ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരും എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഓർമ്മിപ്പിക്കുകയാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.